ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. സിൽവറിൻ്റെ പ്രൈസ് ഓരോ ദിവസവും ഇങ്ങനെ കുതിച്ച് കയറിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. സിൽവറിൻ്റെ പ്രൈസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ സിൽവറിൻ്റെ പ്രൈസ് പൊട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾ പെടാനായിട്ട് ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, കുറയുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് കുറേ പേര് അഡ്വൈസ് കൊടുക്കുന്നതായിട്ട് കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ റിസ്ക് ഉണ്ട്. എന്നാൽ ഒരു സ്ട്രാറ്റജി പ്രയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റിസ്ക് ഒരു പരിധി വരെ നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം ഓർക്കുക, ഈ സിൽവറിൻ്റെ ഈ പ്രൈസ് കയറുന്നത് ഒരു 2 വർഷം കണ്ടിന്യൂ ചെയ്താലോ, അത് പോട്ടെ 1 വർഷം കണ്ടിന്യൂ ചെയ്താലോ. ഇപ്പോൾ 1 വർഷം കൊണ്ട് ഈ പ്രൈസ് ഒരു ഡബിളിലെത്തിയെന്ന് വിചാരിക്കുക, ചുമ്മാ വിചാരിക്കുക. അപ്പോൾ നമ്മൾ പേടിച്ചിരുന്ന് ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരുന്നത് കൊണ്ട് നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ മിസ്സാകുന്നത്. തീർച്ചയായിട്ടും എനിക്കറിയാം സിൽവറിൽ റിസ്ക് ഉണ്ട്, നിങ്ങൾക്കും അറിയാം. സിൽവർ അല്ല, ഇങ്ങനെ കയറി പോകുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ റിസ്ക് ഉണ്ട്. എന്നാൽ ഈ ഒരു കയറ്റം അടുത്ത 1 വർഷം നീണ്ടു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് വലിയ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നഷ്ടമല്ല, ഓക്കെ, നമുക്ക് ലഭിക്കാൻ ഇടയുള്ളത് ലഭിക്കാതെ പോകും. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടോ? ഇത് ഞാൻ പേഴ്സണലി ചിന്തിച്ചപ്പോൾ എനിക്കൊരു സ്ട്രാറ്റജി കിട്ടി. ആ സ്ട്രാറ്റജിയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന അസറ്റ് പ്ലസിൻ്റെ ആപ്ലിക്കേഷനാണ് കേട്ടോ. ഇതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന സിൽവറും ഗോൾഡും കാണാൻ പറ്റും. സിൽവർ ആൻഡ് ഗോൾഡ് വേറെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ സിൽവർ അടിച്ചിട്ടാണ്. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ അസറ്റ് പ്ലസ് ആപ്ലിക്കേഷൻ തുറക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ കാണും. എന്നിട്ട് ഈ ഹോൾഡിങ്ങിൽ പോയിട്ട് നിങ്ങൾ അടിച്ചാൽ മതി. ഇവിടെ ഞാൻ സിൽവർ അടിച്ചു, ഞാനിങ്ങനെയാണ് അടിച്ചത്, സിൽവർ അടിച്ചു. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അസറ്റ് പ്ലസിൽ മാത്രമല്ല, ഏഞ്ചൽ വണ്ണിലും അപ്സ്റ്റോക്സിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ മുതൽ അവിടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് അവിടെയുണ്ട്. അപ്പോൾ അസറ്റ് പ്ലസിൽ ചെയ്തൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്ത് നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ ഗോൾഡിലും സിൽവറിലും കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ETF-കളുണ്ട്. എന്നാൽ ആ ETF-ന് ഒരു കുഴപ്പമുണ്ട്, അതാദ്യം മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഡെയിലി SIP 100 രൂപ വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതാണ് പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് കേട്ടോ. ഡെയിലി SIP നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഡെയിലി SIP 100 രൂപ വെച്ചിട്ട് നമുക്കതൊരു പൈസയായി. അപ്പോൾ എത്ര നാളാണ്, കഴിഞ്ഞ മെയിലും കണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഈ മാസം തൊട്ട് ഈ മാസം ഒരു 3-ാം തീയതി തൊട്ട് ഞാൻ അതിൽ 1000 രൂപയും കൂടെ ആഡ് ചെയ്തു. ഡെയിലി SIP 1000 രൂപ കൂടെ ആഡ് ചെയ്തു. ഇപ്പോൾ പോകുന്ന 1100 പക്ഷേ ആദ്യമേ ഞാൻ 1000 ചെയ്തായിരുന്നെങ്കിലോ അത്യാവശ്യം നല്ലൊരു റിട്ടേൺ കിട്ടിയാൽ അല്ലേ. അപ്പോൾ 3-ാം തീയതി തൊട്ടിട്ടാണ്. അപ്പോൾ അധികം ദിവസമായില്ല ഈ 1000 പോകുന്ന തുടങ്ങിയിട്ട്, കുറച്ച് ദിവസമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. 2800 രൂപ ലാഭത്തിലാണ് ഈ ഒരു ETF പോകുന്നത്. ഞാൻ കാണിക്കാൻ വന്ന അതല്ല, ഇത് ജസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരില്ല എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ. അപ്പോൾ അത് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് ഈ ETF അല്ല, ഇത് മ്യൂച്വൽ ഫണ്ടാണ്. ETF വേറെ ഉണ്ട്, ETF-ൻ്റെ സ്ട്രാറ്റജി ഉണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നേരെ ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ ഹോൾഡിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് പോകുന്നു. എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഒന്ന്, ഗോൾഡിൻ്റെ ETF ഒരു 39% ഉണ്ട്. ഇത് ICICI Prudentialൻ്റെ ആണ്. സിൽവറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് 17% ഉണ്ട്. ഈ മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഗോൾഡ് ETF 30% ഉണ്ട്. അതിൻ്റെ സിൽവർ ETF 14% ഉണ്ട്. സോ പകുതി കുറവല്ലേ, 40, ഓക്കെ, പകുതിയിൽ കുറവ് ആണ് സിൽവറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ നമുക്ക് നോക്കാം, 60% ഗോൾഡും 40% സിൽവറും ആയിരിക്കും. അതുകൊണ്ട് തന്നെ അധികം റിട്ടേൺ ഈ സിൽവറിൻ്റെ തന്നെ റിട്ടേൺ കിട്ടണമെന്നില്ല. ഇപ്പോൾ 1 ഇയർ റിട്ടേൺ നമുക്കിവിടെ കാണാൻ പറ്റും 60% അല്ലേ. ഇപ്പോൾ എല്ലാ വർഷവും നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ 30-60% ഒക്കെ റിട്ടേൺ തരുന്നുണ്ടാകാം എന്നുള്ളതാണ്. ഇപ്രാവശ്യം മാർക്കറ്റ് തന്നില്ല, പകരം ഗോൾഡും സിൽവറുമാണ് തന്നത്. അപ്പോൾ ഗോൾഡിൽ നമ്മൾ ഇങ്ങനെ ഒരു സാധനം കണ്ടു. ഇതിൻ്റെ അലോക്കേഷൻ നമ്മൾ കണ്ടു. കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗോൾഡിലാണ് ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് കണ്ടു. ഇനി നേരെ പോവാണ് മറ്റൊരു മ്യൂച്വൽ ഫണ്ട്. ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത്ര ഒരു ഐഡിയ കിട്ടിയത് കേട്ടോ. അതാണ് നിങ്ങളെ കാണിക്കാൻ ഇതെടുത്തത്. വേറെയും മ്യൂച്വൽ ഫണ്ടുകളുണ്ട് ഗോൾഡിനും സിൽവറിനും സെപ്പറേറ്റ് ആയിട്ടും. ഗോൾഡിന് വേറെ, സിൽവറിന് വേറെ, അങ്ങനെ വേറെയും ഉണ്ട്. പക്ഷേ ഇത് എനിക്ക് പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഐഡിയ ഉള്ളതുകൊണ്ട് ഞാനിത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ UTIയുടെ സിൽവർ ETF ഫണ്ട് ഓഫ് ഫണ്ട് 76,000 രൂപയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് 76,000 രൂപ വാല്യൂവിൽ. പക്ഷേ ഞാൻ അതിൽ 54 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. കണ്ടോ, ഇത് കണ്ടോ, 54,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ 22,000 രൂപ പ്രോഫിറ്റിലാണ്. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ അബ്സല്യൂട്ട് പ്രോഫിറ്റ് 41% ഉണ്ട്. ഈ 41% കിട്ടിയത് എത്ര നാൾ കൊണ്ടാണ്? അത് താഴേക്ക് നോക്കിക്കേ. ഇതിൽ മന്ത്ലി 500 രൂപ SIP പോകുന്നുള്ളൂ. ഇത് ഞാൻ പണ്ട് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ETF അല്ല, മ്യൂച്വൽ ഫണ്ട്, സിൽവർ, ഈ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇത് ഭാവിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു
മന്ത്ലി ഒരു 500 രൂപ ഒരു SIP സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. കാരണം ഇതിൽ ഡെയിലി SIP ഇല്ല, മന്ത്ലി SIP ഉള്ളൂ. അപ്പോൾ ഞാനൊരു 500 രൂപയുടെ SIP സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ ഞാൻ സ്റ്റഡി ചെയ്യാൻ 1, 2, 3, 4, 5 മാസം 2500 രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്തു. 5 മാസം ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് സീരിയസ് ആയിട്ട് ഒരു 50,000 രൂപ ഇതിൽ ഇടാൻ തോന്നിയത്. കാരണം അതുവരെ ഞാൻ വാച്ച് ചെയ്യുമായിരുന്നു. 50,000 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 3 മന്ത്ലി SIPയും കൂടെ പോയി. സോ 3000 4000 രൂപ SIP ആയിട്ട് പോയിട്ടുണ്ട്. ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് 50,000 രൂപ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കൂട്ടിയാൽ മതി. ഈ ജൂലൈയിലുള്ള ഈ 50,000 ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിയാൽ മതി. ശരിക്കും പറഞ്ഞാൽ അതാണ് ഇതിൻ്റെ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ മൊത്തത്തിൽ 54,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. 54 അപ്പോൾ ഉള്ള റിട്ടേൺ ആണ് നമുക്കിവിടെ 49%. അതായത് ഈ ജൂലൈയിലെ ഇൻവെസ്റ്റ്മെൻറ്റാണ് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ പകുതിയായി അല്ലേ? അപ്പോൾ എത്ര നാൾ ആയി കാണും? ഇന്ന് ഒക്ടോബർ 13 കണ്ട 14-ാം തീയതി ഇത് ഞാൻ ചെയ്ത് ജൂലൈയിൽ. അപ്പോൾ 2-3 മാസം അല്ലേ? ഓക്കെ, 3 മാസം. 3 മാസത്തെ റിട്ടേൺ ആണ് നമുക്കിവിടെ 41% കിട്ടിയേക്കുന്നത്. അതായത് 50,000 രൂപ അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് 54 ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് 22,000 രൂപ റിട്ടേൺ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഗ്രോത്ത് ഏതാണ്? സിൽവറിനല്ലേ? നോക്കിക്കേ, ഇതിൻ്റെ മുകളിൽ ഞാൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നു. 1 ഇയർ റിട്ടേൺ നോക്കിക്കേ, 74.3%. 1 ഇയർ റിട്ടേൺ 74%. അപ്പോൾ അത് ഗോൾഡ് ആൻഡ് സിൽവറിൽ നമ്മൾ നോക്കി 60% ഉള്ളൂ. എന്നാൽ സിൽവറിൽ മാത്രമായിട്ട് വന്നപ്പോൾ അവിടെ റിട്ടേൺ കൂടിയതായിട്ട് കണ്ടു. ഇനിയിപ്പോൾ ഗോൾഡിൽ നമുക്ക് നോക്കാം. ജസ്റ്റ് ഗോൾഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഗോൾഡിന് ഞാൻ ഏതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കിയത് മോട്ടിലാൽ ഒസ്വാൾ ഗോൾഡ്, അത് വേണ്ട. DSP ഗോൾഡ്, DSPയുടെ തന്നെ ഗോൾഡിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നുണ്ട്. അപ്പോൾ അത് 1000 രൂപ വെച്ചിട്ട് ഡെയിലി ഇല്ല ഇതിൽ, അപ്പം മന്ത്ലിയാണ് അത് 1000 വെച്ച് പോകുന്നത്. അപ്പോൾ അത് അധികമൊന്നും ആയിട്ടില്ല, ആകെ 6000 രൂപ ഇട്ടിട്ടുള്ളൂ. അതിൽ തന്നെ 1100 സംതിങ് രൂപ ലാഭത്തിലാണ്. നമ്മളിവിടെ 1 ഇയർ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ 56.3% റിട്ടേൺ DSPയിൽ ഗോൾഡിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗോൾഡിലാണ് ഇവിടെ ഏറ്റവും കുറവ് റിട്ടേൺ. അതിൻ്റെ കൂടെ സിൽവറും കൂടെ ആഡ് ചെയ്തപ്പോൾ റിട്ടേൺ കുറച്ച് കൂടി. സിൽവർ മാത്രമായപ്പോൾ ഭയങ്കരമായിട്ട് റിട്ടേൺ കൂടിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി. ഇപ്പം മനസ്സിലായാലോ ഏതിലാണ് കൂടുതൽ റിട്ടേൺ വന്നതെന്നും ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും. അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനല്ലാതെ, ഇപ്പോൾ നമുക്കിപ്പോൾ 1 വർഷവും 2 വർഷമൊക്കെ കഴിയുമ്പോൾ ചില മ്യൂച്വൽ ഫണ്ടുകൾ ഒട്ടും പെർഫോമൻസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഒഴിവാക്കി അതിന് പകരം ആ പൈസ വേറെ നല്ല പെർഫോമൻസ് ഉള്ള മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഇടാനല്ലാതെ ഞാൻ മ്യൂച്വൽ ഫണ്ട് റെഡീം ചെയ്യാറില്ല, അതായത് വിൽക്കാറില്ല. ഇത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണം നമുക്കിവിടെ ഡിഫൻസ് ഇപ്പം നമ്മൾ അസറ്റ് പ്ലസിലല്ല, ഡിഫൻസ് നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിഫൻസ് ഫണ്ടിലൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ചെറിയ പൈസ ഇതുള്ളൂ അല്ലേ? ചെറുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താണ് ഇപ്പോൾ 36,000 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഗ്രോത്ത് തന്നെ 48% ഉണ്ട്. അബ്സല്യൂട്ട് ഗ്രോത്ത് 145%. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് 145. ഇത് ഞാൻ പണ്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചെയ്താണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഫണ്ട് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഡിഫൻസ് ഫണ്ടാണ്. അപ്പോൾ ഇതുപോലെ വലിയ റിട്ടേൺ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളിത് ഹോൾഡ് ചെയ്തേ പറ്റൂ. എന്നാൽ നമുക്ക് ട്രേഡിങ് ചെയ്യണം. ഇപ്പോൾ സിൽവറിൻ്റെ പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പൈസ കിട്ടിയാലോ? നല്ലതല്ലേ അത്? അപ്പോൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള പൈസ മൊത്തം ഒറ്റയടിക്ക് സിൽവറിൽ ഇടുന്ന ഒരിക്കലും ബുദ്ധിയല്ല. എന്നാൽ ഇത് അടുത്ത 1 വർഷം സിൽവറിൻ്റെ പ്രൈസ് മുകളിലേക്ക് കയറുന്നുണ്ട് എങ്കിൽ, ഇതിപ്പോൾ 2 ഫോളിയോ നമ്പർ ആയിട്ടാണ് കേട്ടോ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സിൽവറിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. സിൽവറിൻ്റെ പ്രൈസ് മുകളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ പേടിച്ചിരുന്നത് കൊണ്ട് നമുക്ക് ആ റിട്ടേൺ കിട്ടുന്നില്ല. അപ്പോൾ അതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് ലോങ് ടൈമിന് വേണ്ടിയിട്ടാണ്, ലോങ് ടൈം വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് വിൽക്കുന്നില്ല. എന്നാൽ വിൽക്കേണ്ട ചില സാധനങ്ങൾ നമുക്ക് ഇതിലൂടെ ട്രേഡും ചെയ്തല്ലേ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഏഞ്ചൽ വണ്ണിൻ്റെ ഒരു അക്കൗണ്ട് എടുക്കുന്നു. ഇതാണ് എൻ്റെ ഏഞ്ചൽ വണ്ണിൻ്റെ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ പോർട്ട്ഫോളിയോയിൽ പോയി നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ ഇവിടെ കാണാം. ഇതിൽ ഒരു സാധനമുണ്ട് കേട്ടോ, DSP ഗോൾഡ് ETF ഫണ്ട്. ഇത് ഗോൾഡാണ്. എനിക്കന്ന് സിൽവർ ചെയ്യാൻ തോന്നിയില്ല, ഗോൾഡാണ് ചെയ്തത്. ഇത് എന്നാണ് ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 26 ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. അപ്പോൾ 1 മാസം 1.5 മാസം കൂട്ടി, 1.5 മാസമായുള്ളൂ ഇത് ചെയ്തിട്ട്. 90,000 രൂപയാണ് ഇട്ടേക്കുന്നത്. 1,80,000 രൂപയായി ഈ സാധനം, 1,80,000 രൂപ. അപ്പോൾ ഈ വർഷവും നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഹൈ റിട്ടേൺ തന്നേക്കുന്ന ഗോൾഡും സിൽവറുമാണ്. അപ്പം ഇത് എത്രയാണ്? XIR 20% തന്നെ റിട്ടേൺ ആണ്, അബ്സല്യൂട്ട് റിട്ടേൺ. ഏതാണ്ട് 1.5 മാസം കൊണ്ട് കിട്ടിയതാണ്. പക്ഷേ അത് ഗോൾഡിലാണ് ചെയ്തേക്കുന്നത്, സിൽവറിലല്ല.
അപ്പോൾ നിങ്ങൾക്ക് ആ മ്യൂച്വൽ ഫണ്ട് പേരും കിട്ടുമല്ലോ, അതൊക്കെ നോക്കിക്കോ കേട്ടോ, അവിടെ ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ ഈ പോർട്ട്ഫോളിയോ ഒന്ന് ഇക്വിറ്റി പോർട്ട്ഫോളിയോ കാണിച്ചു തരാം. ഇവിടെ ഇത് കണ്ടോ, സിൽവർ ETF, അതായത് HDFC സിൽവർ. ഇവിടെ ഒരു ഇത് ഞാനിന്ന് വിറ്റതാണ്. ഇത് ഒരു 6,000 ചില്ലുവാൻ രൂപ ലാഭം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വിറ്റു. അത് വിറ്റതാണ്. എന്തുകൊണ്ട് വിറ്റു, എന്തൊക്കെ കാര്യങ്ങൾ, ഇതെല്ലാം ഞാനിവിടെ വിശദീകരിക്കാം. അതായത് നമ്മുടെ ഒരു ഉദ്ദേശം ഇതാണ്, മുകളിലേക്ക് ഒരു സാധനം കയറി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പേടിച്ചിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് റിട്ടേൺ കിട്ടാതെ ഇരിക്കുന്നു. അങ്ങനെ അതിനൊരു സൊല്യൂഷൻ. പേടി എല്ലാവർക്കും ഉണ്ട്. എനിക്കും അറിയത്തില്ല ഇത് എപ്പോൾ താഴേക്ക് പോകുന്നു, എനിക്കും അറിയത്തില്ല. പക്ഷേ ആ താഴേക്ക് പോകുന്നവരെ നമുക്ക് കുറച്ച് റിട്ടേൺ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അത് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും, ഷോർട്ട് ടൈമിലേക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ തന്നെ ലോങ് ടൈമിലേക്ക് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഷോർട്ട് ടൈമിലേക്ക് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് തീരുമാനിക്കുക. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, അതായത് സിൽവറിലും ഗോൾഡിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുക ഡിവൈഡ് ചെയ്യുക കേട്ടോ. അത് സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡിവൈഡ്, ഞാനും അതെ, എൻ്റെ ക്യാപിറ്റലിൻ്റെ മൊത്തം ഒന്നുമല്ല ഇതിലിടുന്നത്, ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു തുക ലോങ് ടൈമിലേക്കുള്ള മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുക, ഷോർട്ട് ടൈമിലേക്കുള്ളത് ETFകളിൽ നിക്ഷേപിച്ച് അതിൻ്റെ ലാഭം എടുക്കുക. ലാഭം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അതിനും ഒരു സൊല്യൂഷനുണ്ട്. ലാഭം കിട്ടാൻ വേണ്ടിയിട്ടല്ല, കാരണം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഐഡിയയിൽ ഒരു സൊല്യൂഷനുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ആക്സിസ് ഗോൾഡ് കണ്ടോ, ഇത് ഞാൻ MTFൽ മേടിച്ചതാണ്. MTF എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന് 4-5 ഇരട്ടി രൂപ കടം തരും, മിക്ക ബ്രോക്കിംഗ് ഫേംസും തരും. അപ്പോൾ ഇത് ഏഞ്ചലിൻ്റെ ആണ് കേട്ടോ, ഏഞ്ചലിൻ്റെ പ്ലാറ്റ്ഫോമാണ്. നേരത്തെ നിങ്ങൾ കണ്ട് അസറ്റ് പ്ലസിൻ്റെ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ 2 പ്ലാറ്റ്ഫോമിൻ്റെ 2ൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അപ്സ്റ്റോക്സിൻ്റെയും കൊടുക്കുന്നുണ്ട്, പിന്നെ ഫണ്ട്സ് ബസാറിൻ്റെ കൊടുക്കുന്നുണ്ട്, ഇന്ത്യ ബുൾസിൻ്റെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ അക്കൗണ്ട് എടുക്കാം. പുതിയതായിട്ട് ഏതെങ്കിലും അക്കൗണ്ടൊക്കെ എടുക്കണമെങ്കിൽ ഒരു സെക്കൻഡറി അക്കൗണ്ടും തേർഡറി അക്കൗണ്ടും ഒക്കെ നല്ലതാണല്ലേ, നല്ലതാണ്. ഞാനത് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് നോക്കുന്നുണ്ട്. ഈ ഏഞ്ചൽ വണ്ണൊക്കെ ഞാൻ പിന്നീട് ലോങ് ടൈമിന് വേണ്ടി കുറച്ചിട്ട് മനുഷ്യൻ അത് തുറന്നു കഴിഞ്ഞാൽ പറ്റൂല, അതുകൊണ്ട് ഇപ്പം ഞാൻ വീണ്ടും തുറന്നു. കാരണം ഏഞ്ചൽ വണ്ണി കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തുറന്നിട്ട് ട്രേഡിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ലോങ് ടൈമിലേക്ക് അപ്സ്റ്റോക്സ് ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അത് പോട്ടെ, എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ ആക്സിസ് സിൽവർ എന്ന് പറയുന്ന ഒരു ETF ആണ് അല്ലേ. അപ്പോൾ ETFകൾ പോലും ആൾക്കാർക്ക് കറക്റ്റായിട്ട് സെർച്ച് ചെയ്തെടുക്കാൻ അറിയത്തില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഹോമിലേക്ക് പോയിട്ട് ഇവിടെ നോക്കിക്കേ, ഇങ്ങനെ കേട്ടോ, ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, IPO ഉണ്ട്, ETF ഉണ്ട്. ഈ IPOയിൽ ഞാനൊരു ടെക്നിക്ക് ഇന്നാൾ വീഡിയോ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ ഉള്ള, അതായത് ഇതിപ്പോൾ ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എത്രയാണ്, 22.5 ഇരട്ടിയാണ്. അങ്ങനെ ഇതുപോലെ വലിയ സബ്സ്ക്രിപ്ഷനുള്ള IPO നമുക്ക് അപ്ലൈ ചെയ്യാൻ കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. കിട്ടിക്കഴിഞ്ഞാൽ ലിസ്റ്റിംഗ് ഗെയിം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ സാധനം ഞാൻ എന്തായാലും ഇന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നേരെ അപ്ലൈ ക്ലിക്ക് ചെയ്താൽ മതി. കിട്ടിയാൽ ലക്ക്, കിട്ടിയില്ലേ വേണ്ട. ആ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇങ്ങനെ വളരെ കൂടിയ സബ്സ്ക്രിപ്ഷൻ ഉള്ളത് മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ, അതായത് ലിസ്റ്റിംഗ് ഗെയിം കിട്ടാനുള്ള, അവിടെ നിൽക്കട്ടെ, പിന്നീട് ചെയ്യാം, വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ അത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ETF കണ്ടോ, ETF കണ്ടോ, പേ ലേറ്റർ കണ്ടോ. ഈ പേ ലേറ്റർ കടമെടുത്ത് വാങ്ങാനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ കടമെടുത്ത് വാങ്ങാമെന്ന് പറഞ്ഞാൽ നമ്മളതിൽ ഇയർലി ഇൻട്രസ്റ്റ് കൊടുക്കണം. അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നിങ്ങളൊന്ന് നോക്കുക. ആ ഇൻട്രസ്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. അതിൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് മാർജിൻ കാൽക്കുലേറ്റർ സ്റ്റാർട്ട് പറയുമ്പോൾ ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കിട്ടും. ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ അത് നോക്കുന്നില്ല. ഇൻട്രസ്റ്റ് 15% താഴെ ആയിരിക്കും. ഇനി 12% ആണോ എന്നുള്ളതും, ഇവർക്ക് പുതിയൊരു പ്ലാനൊക്കെ ഉണ്ട്. ആ പ്ലാനൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കുറയും. ഇയർലി ആണ് കിട്ടുന്നത്. അപ്പം ഈ പേ ലേറ്റർ എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വളരെ ശക്തമായിട്ട് മൂവ് ചെയ്യുന്നു, ഷോർട്ട് ടൈമിലേക്ക് നല്ല രീതിയിൽ റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ളൂ. ഇപ്പം നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് കണ്ടില്ലേ, 60% അതൊക്കെ കണ്ടില്ല നേരത്തെ. അപ്പോൾ അങ്ങനെ വലിയ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു സാധനം മേടിക്കാനാണ് നമ്മൾ ഇതെടുക്കുന്നത്, MTF എടുക്കുന്നത്. കാരണം നമ്മുടെ കയ്യിലൊരു 0.25% പൈസ ഉണ്ടായാൽ മതി. ഇപ്പോൾ 25,000 രൂപയുടെ 1,00,000 രൂപയുടെയൊക്കെ മേടിച്ച് പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടിയാൽ നമുക്കത് വിൽക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ തന്നെ ഈ സാധനം മേടിച്ചേക്കുന്നത് എവിടെയാണ്, ആ പോർട്ട്ഫോളിയോയിൽ, ഒരു മിനിറ്റ്, MTF ഇതിൽ കുറേ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ക്ലാസ് എടുക്കാൻ തന്നെ കുറേ ഉണ്ട്. എന്തായാലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ വേണമെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് ചെയ്യാവുന്നതാണ്. ഞാനപ്പോൾ 1,00,000 സംതിങ് രൂപയ്ക്കാണ് അത് മേടിച്ചേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മേടിച്ചു. ഇന്ന് അത് 8,000 രൂപ പ്രോഫിറ്റ് അല്ലേ, 8,600 രൂപ പ്രോഫിറ്റ്. ഇപ്പോൾ വെള്ളിയാഴ്ച മേടിച്ചു, ഇന്ന് അത് വിൽക്കാം. ഇപ്പോൾ 6% റിട്ടേൺ ഉണ്ട്. ആക്സിസിൻ്റെ സിൽവറാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ആ റിട്ടേൺ കിട്ടുന്ന നല്ലതല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് വേറെ ഒരു സിൽവർ വിറ്റായിരുന്നു. അപ്പോൾ ആ ഒരു റിട്ടേൺ ഓൾറെഡി വന്നിട്ടുണ്ട്. അതൊരു 6,000 സംതിങ് ഉണ്ട്. സോ എനിക്കിത് കംഫോർട്ടായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പം ഈ MTF എടുത്തിട്ടും വേണമെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. പക്ഷേ ഒരാൾ MTF എടുക്കുമ്പോൾ
അയാൾക്ക് മനസ്സിലാകണം, അതിൻ്റെ ഫുൾ കാര്യങ്ങളും മനസ്സിലാകണം. ഇപ്പോൾ റിലയൻസ് എന്ന് പറയുന്ന കമ്പനിക്ക് കടമില്ലേ? ഉണ്ട്. L&T അങ്ങനെ കടമുള്ള ഒരുപാട് കമ്പനികളുണ്ടല്ലേ. നമുക്ക് ഒരുപാട് വമ്പൻ കമ്പനികൾക്ക് ഇപ്പോൾ ബജാജ് അങ്ങനെ ഒരുപാട് വമ്പൻ കമ്പനികൾ, ടാറ്റ, അങ്ങനെ എല്ലാ കമ്പനികൾക്കും തന്നെ കടമുണ്ട്. പക്ഷേ ആ കടം അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എത്രയോ ആ ഇൻട്രസ്റ്റിനെ കഴിഞ്ഞ് കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അവർ കടം എടുക്കുകയുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് നമുക്കും ഇത്. നമ്മൾ കൊടുക്കുന്ന നമുക്ക് അതിൽ കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാനുള്ള അവസരം മാർക്കറ്റിലുണ്ട് എങ്കിൽ കറക്റ്റ് സമയത്ത് അത് മേടിക്കാനായിട്ട് MTF എടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പേഴ്സണലി നിങ്ങളുടെ അഭിപ്രായം വ്യത്യാസം ഉണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ സെയിം ആയിരിക്കാം. എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇനി ചിലവരത് തെറി വിളിക്കും, നിങ്ങൾ കടം എടുക്കാൻ വേണ്ടി അങ്ങനെയല്ല. ആവശ്യമുണ്ട്. ഇപ്പോൾ എനിക്ക് ഇതിൽ കൂടുതൽ കടം കിട്ടും, പക്ഷേ ഞാനത് എടുക്കുന്നില്ല. അതിൽ കൂടുതൽ കടം ഞാൻ എടുക്കുന്നില്ല, എനിക്കത് മതി. ഞാൻ 900 ക്വാണ്ടിറ്റിയാണ് ഇത് മേടിച്ചേക്കുന്നത്, എനിക്ക് ഇത്രയുമാണ് സഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ഒരു സിൽവർ മേടിക്കുമ്പം അടുത്ത ഞാൻ ക്യാഷിനെ മേടിക്കുള്ളൂ, ഇനി കടം എടുത്ത് മേടിക്കില്ല. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇനിയും കടം എടുക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെയാണ്. ഞാനിപ്പോൾ ഒരു 1-2 ലക്ഷം രൂപയ്ക്ക് കടം എടുക്കുന്നു, ആ കടത്തിനൊരു സൊല്യൂഷൻ ഉണ്ടാകുന്നവരെ ഞാൻ വേറെ കടം എടുക്കില്ല. ഇപ്പോൾ ഈ ഹോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പേ ലേറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്ര രൂപയാണ് ഇനി പേ ചെയ്യാനുള്ളത്. MTF ബോറോയിങ് 1,06,000 രൂപയാണ് എന്ന് കാണാൻ പറ്റും. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഈ പേ നൗവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 1.45 ഞാൻ ഈ കടമെടുത്തേക്കുന്നത് എന്ന് കാണാൻ പറ്റും. അതായത് ഈ ആക്സിസ് സിൽവർ മേടിക്കാനായിട്ട് 1.45 ആണ് ഞാൻ എടുത്തത്. അത് വേണമെങ്കിൽ എനിക്ക് ഇവിടെ ഫണ്ട് ആഡ് ചെയ്തിട്ട് ആ കടം വീട്ടാനും പറ്റും, അങ്ങനെ പറ്റും. പക്ഷേ ഓൾറെഡി ഒരു സാധനം വിറ്റപ്പോൾ തന്നെ ആ ഫണ്ട് ഇങ്ങോട്ട് വന്നുകൊണ്ട് 1.6 മാത്രമാണ് ഇപ്പോൾ MTF ബോറോയിങ് ഉള്ളൂ എന്ന് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പം അത് കടമെടുക്കുന്ന ഇത്. ഇനിയിപ്പം അതിൽ നിന്ന് മാറിയിട്ട് ETF-ലേക്ക് പോവാം. ഇവിടെ നമുക്ക് ETF കണ്ടു. ഈ ETF-ൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിൽവറിൻ്റെ ETF ആണ് വേണ്ടെങ്കിൽ ഓക്കെ, അതിനൊരു സൊല്യൂഷൻ ഉണ്ട്, അതിലേക്ക് വരാം. പക്ഷേ ഇവിടെ നോക്കിയാൽ മോസ്റ്റ് ബോട്ട് SIPs കണ്ടോ, മോസ്റ്റ് ബോട്ട് SIPs ടാറ്റ സിൽവർ, ടാറ്റ ഗോൾഡ്. ഇനി വ്യൂ ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നോക്കിക്കേ. ടാറ്റ സിൽവർ, ടാറ്റ ഗോൾഡ്, സിൽവർ ബീസ്, ഗോൾഡ് ബീസ്, സിൽവർ കേസ്. ഇത് സെറോദയുടെയാണ് സിൽവർ കേസ്. എല്ലാ ETF ആണ്. സിൽവർ IETF, ഗോൾഡ് IETF ICICI Prudentialൻ്റെ ആണ്. അവിടെ ഗോൾഡ് കേസ് HDFC സിൽവർ. ഇത് ഞാൻ ഇന്ന് മേടിച്ചിട്ട് വിറ്റതാണ്. ഇന്നിപ്പോൾ 7% അപ്പാണ് കേട്ടോ, 7% അപ്പാണ്. ഞാൻ എന്തുകൊണ്ടാണ് വിറ്റതെന്ന് ചോദിച്ചാൽ കടമെടുത്ത ആക്സിസ് അവിടെയുണ്ട്. കടമെടുത്ത ആക്സിസ് അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ സാധനം ക്യാഷിന് മേടിച്ച് വിറ്റു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ട്രേഡിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് ആണ്, അത് ഞാൻ വിശദീകരിക്കാം. പിന്നെ മെറ്റൽ ETF. അപ്പോൾ ഹൈ പൊട്ടൻഷ്യലുള്ള, അതായത് ഏറ്റവും ഡിമാൻഡുള്ള ETF-കൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ സാധനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ കടമെടുത്തിട്ടോ അല്ലെങ്കിൽ ട്രേഡുകളോ കാര്യങ്ങളോ ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഒരു സാധനത്തിലാണ്. അപ്പോൾ ഇതിൽ പെടാനുള്ള ഒരു സാധനവും ഉണ്ട്, അത് ഞാൻ പറയാം. ഇനിയിപ്പോൾ ഈ SIPൻ്റെ കണ്ടു, ETF സെർച്ച് ചെയ്യുന്നത് കണ്ടല്ലോ. ഇനി ഇവിടെ നിങ്ങൾക്ക് ഗോൾഡിൻ്റെ മാത്രം ETF മതിയെങ്കിൽ ഗോൾഡ് എന്ന് സെർച്ച് ചെയ്യാം. താഴേക്ക് നോക്കി, ടാറ്റ ഗോൾഡ്, ഗോൾഡ് ബീസ്, ഗോൾഡ് IETF, ഗോൾഡ് കേസ്, സെറ്റ് എഫ് ഗോൾഡ് SBIയുടെ ആണത്, HDFC ഗോൾഡ്, ഗോൾഡ് 1 കൊട്ടക്കിൻ്റെ ആണത്. അങ്ങനെ നോക്കിക്കേ, ഗോൾഡിൻ്റെ എത്ര സാധനങ്ങളാണ് നിങ്ങൾക്ക്. ഒരു മിനിറ്റ് മാറിപ്പോയി. ഓക്കെ, ഗോൾഡിൻ്റെ എത്ര സാധനങ്ങളാണ് ഉള്ളതെന്ന് നോക്കി. വളരെ ഈസി അല്ലേ ETF-ൽ ഗോൾഡൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഗോൾഡ് മാത്രം ഇന്ന് ഒരു 2% അടുത്ത് റിട്ടേൺ ഉണ്ട്. ഇനി വേറെ ഒരു സാധനം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, അതാണ് INAV. ഇപ്പോൾ സിൽവർ ഞാനിവിടെ അടിച്ചു, ഏതെങ്കിലും ഒരു സിൽവർ ETF എടുക്കാം. അപ്പോൾ സിൽവർ ബീസ് തന്നെ എടുക്കാം. കണ്ടോ, സിൽവർ ബീസ്. ഇത് നോക്കിക്കേ, താഴേക്ക് നോക്കിക്കേ. INAV 155, ഇപ്പോൾ ഇത് ട്രേഡ് ചെയ്യുന്നത് 162ആണ്. ഏതാണ് ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ്? ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് 155.64 ആണ്. കാരണം ഇതാണ് ഇതിൻ്റെ ശരിക്കുമുള്ള വില. INAV ആക്ച്വൽ വിലയെന്ന് പറയില്ലേ, INAV. പക്ഷേ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 162 രൂപ 88 പൈസ, അല്ലെങ്കിൽ 162 രൂപ 163 രൂപ ആ കൂട്ടാം ആയതുകൊണ്ട് ഇത്രയും പൈസ എന്ന് പറഞ്ഞാൽ എത്ര വ്യത്യാസമുണ്ട്? ഏതാണ്ട് 7 രൂപയുടെ വ്യത്യാസമുണ്ട്. അത്രയും കൂടിയ പ്രൈസിനാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ആ കൂടിയ പൈസ കൊടുക്കണം. അതായത് അത്രയും ഡിമാൻഡ് ഉണ്ട് എന്നർത്ഥം. അപ്പോൾ INAV-നെ കഴിഞ്ഞ് വളരെ മുകളിലാണ് ഇത് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അത്രയും ഡിമാൻഡുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഡിമാൻഡ് ക്രിയേറ്റ് ആകുക? കാരണം സിൽവറിൻ്റെ പ്രൈസ് കുതിക്കുന്നതുകൊണ്ട് ഒരുപാട് പേര് കൂടിയ വില കൊടുത്തിട്ട് ഈ INAV ഒന്നും ആരും അങ്ങനെ നോക്കിയാല. ഞാൻ പറഞ്ഞു തന്നാണ്, ഇതാണ് ശരിക്കും ആക്ച്വലി ഇതിൻ്റെ പ്രൈസ്. പക്ഷേ ഈ വിലയ്ക്ക് കിട്ടണമെങ്കിൽ ഈ സിൽവർ ഇടിയണം. സിൽവർ ഇടിഞ്ഞാൽ മാത്രമേ ഈ വിലയ്ക്ക് നമുക്ക് കിട്ടുള്ളൂ.
അല്ലെങ്കിൽ കിട്ടൂല. ഡിമാൻഡ് ഉള്ളപ്പോൾ ഇങ്ങനെ കയറി നിൽക്കും. അത് പോട്ടെ അല്ലേ, നമ്മുടെ കയ്യിലല്ല അല്ലേ. എന്നാലും അത് മനസ്സിലാക്കുക. അങ്ങനെ ഓരോന്ന് ഇപ്പോൾ HDFC സിൽവർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ INAV നോക്കിക്കേ 155.92 169 ട്രേഡ് ചെയ്യുന്നു. ഇത് അതിലും ഭയങ്കര ഡിമാൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ INAV നോക്കിയിട്ട് നമുക്ക് അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എല്ലാ ETF-നും ഒരുപാട് കൂടണമെന്നില്ല. ഇപ്പോൾ ആക്സിസിൻ്റെ സിൽവർ 161 രൂപ INAV 171 രൂപ ട്രേഡ് ചെയ്യുന്നു. എന്താ ചെയ്യുക ഇപ്പോൾ? അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക. INAV എന്ന് പറയുന്നതാണ് അതിൻ്റെ ശരിക്കുമുള്ള പ്രൈസ്. അപ്പോൾ അത് നമുക്കിവിടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സ്ട്രാറ്റജിയിലേക്ക് വരാം കേട്ടോ. പറഞ്ഞ് ഞാൻ ടയേർഡായി. അപ്പോൾ ഇതെല്ലാം പറയണ്ടേ? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് കാര്യമല്ല. അല്ല പെട്ടെന്ന് ഒരു കാര്യം അങ്ങ് പറഞ്ഞിട്ട് നിങ്ങൾ ഇതൊന്നും നോക്കുകയില്ല. ഇവിടെ ഇനി ഒരുപാട് സാധനങ്ങളുണ്ട്. അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതാ നോക്കിക്കേ, സിൽവർ ETF 91% പ്രോഫിറ്റ് 1 ഇയർ. HDFC സിൽവർ ETF തന്നെയാണ് 92.48%. അത് ചെറിയ ശതമാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പം സിൽവറിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഇത്രയും റിട്ടേൺ ആണ്. ഇത് ഒരു വർഷം മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനും അധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. എനിക്കറിയത്തില്ല ഇത് ഇത്രയും കയറുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് എത്രത്തോളം കയറിയില്ലേ. ഇനി ഇത് തലയും കുത്തി താഴെ പോകുമെന്നും അറിയത്തില്ല. അപ്പോൾ തലയും കുത്തി താഴെ പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ച് പൈസ പെടുമല്ലോ. ആ ഒരു ഭാഗം മാത്രമേ പെടാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ പറയുന്നത്. എന്തായാലും ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് കുറച്ച് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അത് നമ്മൾ വിൽക്കാതിരിക്കുക. കാരണം അത് ഞാനിപ്പം ഒരു സംഭവം കാണിച്ചു തരാം. ഓക്കെ, അപ്സ്റ്റോക്സ്. ഇപ്പോൾ ഈ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ടിൽ ഇവിടെ നിങ്ങൾക്ക് സോവറിൻ ഗോൾഡ് ബോണ്ട് കാണാൻ പറ്റും. ഇത് ഗവൺമെൻറ് വിറ്റിട്ടില്ല, അല്ല ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്നില്ല. അത് ഞാൻ ലോങ് ടൈമിലേക്ക് മേടിച്ചാൽ, കാരണം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് 2.5% ഇയർലി നമുക്ക് പലിശ ലഭിക്കും. അതുകൊണ്ട് ഞാൻ വിൽക്കുകയെല്ലാം തീരുമാനിച്ചു. അതുകൊണ്ട് ഇതിൽ എനിക്ക് എത്ര ശതമാനം ലാഭമുണ്ട്? 150% ലാഭമുണ്ട്. കണ്ടോ, രണ്ടിനും ഏകദേശം ഒരേപോലെ നമുക്ക് ലാഭമുണ്ട് 150%. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനെ കഴിഞ്ഞൊക്കെ അതിൻ്റെ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്? ലാഭം മാത്രം 1.5 ലക്ഷം രൂപ. ഇൻവെസ്റ്റ്മെൻറ്റ് 99,400. അതായത് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോൾ 2.5 ലക്ഷം രൂപയില്ല. അപ്പോൾ 1.5 ലക്ഷം രൂപ ലാഭം. അപ്പോൾ ഈ 1.5 ലക്ഷം അതിവിടെ കാണാമല്ലോ. അപ്പോൾ 1.5 ലക്ഷം രൂപ ഇങ്ങനെ ലാഭം നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിത് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഹോൾഡ് ചെയ്യുന്നത് വെച്ചാൽ, ഗവൺമെൻറ് നമുക്ക് 2.5% ഇങ്ങോട്ട് പലിശ തരുന്നതുകൊണ്ട് ഞാനിത് ഹോൾഡ് ചെയ്തു. അപ്പോൾ 8 വർഷമാണ് ഹോൾഡ് ചെയ്യേണ്ടത്. 2 വർഷം കണ്ടായിട്ടുള്ളൂ. ഡേറ്റ് ഉണ്ടാവും, ഞാൻ നോക്കിയില്ല. എൻ്റെ ഓർമ്മയിൽ ഏകദേശം 2 വർഷം കൂട്ടിക്കും. അപ്പോൾ അത്ര ആയിട്ടുള്ളൂ. അപ്പോൾ ഇതേ റിട്ടേൺ ഇതേപോലെ കിട്ടണമെങ്കിൽ അന്ന് ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഒന്നും ചെയ്തിട്ടില്ല. അന്ന് ഞാൻ ETF ഗോൾഡ് അന്ന് വാങ്ങുമായിരുന്നു. അത് ഞാൻ വിറ്റ് പുട്ടടിച്ചു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ലോങ് ടൈം പോർട്ട്ഫോളിയോയിൽ ഇതുപോലുള്ള സാധനങ്ങൾ, ഗോൾഡ് ആയാലും സിൽവർ ആയാലും ഇനിയിപ്പോൾ ഈവൻ സ്റ്റോക്കുകളായാലും, ഇപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് സ്റ്റോക്കുകളൊക്കെ നല്ല റിട്ടേണിലുണ്ടല്ലേ, നല്ല റിട്ടേണിലുണ്ട്. അപ്പോൾ അധികമില്ല, അത് വിറ്റ് പുട്ടടിക്കുന്നേ, വേറെ ഒന്നുമല്ല. വിറ്റ് പുട്ടടിക്കും, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വിറ്റ് പുട്ടടിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ HDFC ഒക്കെ എമൗണ്ട് കുറവാണ്, എന്നാലും 42% ഒക്കെ HDFC MC ഒക്കെ ലാഭത്തിലുണ്ട്. അതങ്ങനെ പോട്ടെ. ഞാൻ പറഞ്ഞു വന്ന് എന്താണെന്ന് വെച്ചാൽ, ലോങ് ടൈം പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് മസ്റ്റായിട്ടും വേണം. അതിപ്പോൾ മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ അത് മതി. ഞാനിപ്പോൾ ഇവിടെ സീരിയസ് ആയിട്ട് ലോങ് ടൈം നോക്കുന്ന മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ ഇതിലും എനിക്ക് പണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അത് ഞാൻ വിൽക്കുന്നില്ല. ഈ ഒരു സംഭവത്തിലുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചിട്ടില്ല അല്ലേ. ഹോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ MF മ്യൂച്വൽ ഫണ്ട് നമുക്ക് കാണാൻ പറ്റും. പോർട്ട്ഫോളിയോ കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലും മ്യൂച്വൽ ഫണ്ട് സംഭവങ്ങളൊക്കെ കിടപ്പുണ്ട്. ഓക്കെ, അതിൽ ഗോൾഡും സിൽവറും ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഗോൾഡും സിൽവറൊന്നുമില്ല. അപ്പോൾ അതിൽ ഇങ്ങനെ മ്യൂച്വൽ ഫണ്ട് കിടപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ വിൽക്കുന്നില്ല എന്നുള്ളത് ഇപ്പോൾ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. വിൽക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പം അങ്ങനെ തന്നെ നിങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പകുതി ട്രേഡിങ്ങിന് പകുതി വെക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് പകുതി വെക്കുക. അത് വിൽക്കുന്നില്ല എന്ന് തീരുമാനിക്കുക. അത് വേണമെങ്കിൽ അസറ്റ് പ്ലസിലോ വല്ലതും ചെയ്തു. മ്യൂച്വൽ ഫണ്ട് അസറ്റ് പ്ലസിൽ ഞാൻ വിൽക്കുന്നില്ല, അങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ അത് തീരുമാനിക്കും. ഇനി ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ള സ്ട്രാറ്റജിയാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ETF കണ്ടു. ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലുള്ള ETFകൾ എങ്ങനെ കണ്ടെത്താമെന്നുള്ളത് നമ്മളിവിടെ മോസ്റ്റ് ബോട്ട് SIPs ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് അല്ലേ. അതിൻ്റെ കൂടെ ഞാൻ IPOൻ്റെ ഒരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ETF-കളിൽ നമ്മൾ ട്രേഡ് ചെയ്യാനുള്ള ക്യാഷ് ഡിവൈഡ് ചെയ്യും. ഒരു 4-5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ഏറ്റവും കുറഞ്ഞത് ഒരു പ്രാവശ്യം വാങ്ങുമ്പോൾ ഒരു 25,000 രൂപയ്ക്കെങ്കിലും വാങ്ങിയാലേ കാര്യമുള്ളൂ. പൈസ കൂടുതലുള്ള 25,000 രൂപയ്ക്ക് 50,000 രൂപയ്ക്കും ഒക്കെ വാങ്ങാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ETF ഇവിടെ സിൽവർ നടിക്കട്ടെ, സിൽവർ. അപ്പോൾ സിൽവർ നടിച്ചപ്പോൾ നമുക്ക് ഒരുപാട് ETF-കൾ നമ്മളിവിടെ കണ്ടു അല്ലേ. ഒരുപാട് സിൽവറിൻ്റെ ETF കണ്ടു. അപ്പോൾ ഞാൻ ഈ ഒരു സിൽവറിൻ്റെ ടാറ്റ സിൽവർ ഈ ഒരു ETF 5,000 രൂപയ്ക്ക് 25,000 രൂപയ്ക്കോ 50,000 രൂപയ്ക്കോ നമ്മുടെ കയ്യിൽ ഫണ്ടുള്ള പോലെ അതിന് വാങ്ങുന്നു എന്ന് വിചാരിച്ചു. ബൈ കൊടുത്തു. നേരെ നമുക്ക് SIP ചെയ്യാൻ പറ്റും, വൺ ടൈം ചെയ്യാൻ പറ്റും. അപ്പോൾ വൺ ടൈമായിട്ട് ഒരു 25,000 രൂപയ്ക്ക് വാങ്ങുന്നു എന്ന് വിചാരിച്ചു, അങ്ങനെ വാങ്ങി. ഇനി
ഈ സിൽവർ കയറിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? കയറിയില്ലെങ്കിൽ ഇത് നമുക്ക് നഷ്ടത്തിൽ വരുമല്ലോ. പക്ഷേ നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ ഒരു 4-5 ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ 4-5 ഭാഗം വെച്ചിട്ടാണ് നമ്മൾ കളി തുടങ്ങുന്നത്. അപ്പോൾ ഇത് കയറിയില്ലെങ്കിൽ അതവിടെ കിടന്നോട്ടെ, ലോങ് ടൈമിലേക്ക് ഇടുക, അതെപ്പോഴെങ്കിലും കയറിക്കോളും. ബാക്കി പൈസ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, കഴിഞ്ഞു. ബസ് പരിപാടി കഴിഞ്ഞു. ഇത് കയറിയെന്ന് വിചാരിച്ചു. ഇത് കയറി കുറേ കഴിഞ്ഞിട്ട് ഒരു 5% മുകളിൽ കയറി കഴിഞ്ഞാൽ ഷോർട്ട് ടൈംകാർക്ക് വേണമെങ്കിൽ വിൽക്കാം. പക്ഷേ ഞാൻ അതല്ല ഇവിടെ പറയാൻ പോകുന്നത്. 5% മുകളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒരു ETF വാങ്ങുക. ഏത് വാങ്ങുക? സിൽവർ ബീസ്. ഇനിയും പൈസ വെച്ചിട്ടുണ്ടല്ലോ, സിൽവർ ബീസ് വാങ്ങുക. ഓക്കെ, സിൽവർ ബീസ് വാങ്ങും. അപ്പോൾ സിൽവർ ബീസ് വാങ്ങുന്നു, കുറച്ച് നാൾ നമ്മൾ നോക്കുന്നു. അപ്പോൾ ഇതും ഒരു 5% മുകളിൽ കയറിയെന്ന് വിചാരിച്ചു. ഇതും ഒരു 5% മുകളിൽ കയറിയാൽ ഈ ടാറ്റയുടെ സിൽവറിൽ 10% റിട്ടേൺ നിങ്ങൾക്കുണ്ട്, ഈ സിൽവറിൽ 5% റിട്ടേൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സിൽവർ 5% റിട്ടേൺ ഉള്ളത് വേണമെങ്കിൽ വിൽക്കാം. അവിടെ പൈസ കിട്ടിയില്ലേ? അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അത് വിൽക്കാൻ പറ്റും. അപ്പോൾ അത് വിൽക്കുക. അത് വിറ്റതിന് ശേഷം ഈ സിൽവർ കേസ് മേടിക്കുക. അതും 25,000 രൂപയ്ക്കാണ് മേടിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു ലാഭം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സിൽവർ കേസ് മേടിക്കുക. 25,000 50,000 എങ്ങനെയാണെന്ന് വെച്ചാൽ, കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ്. അപ്പോൾ ഇത് വിറ്റിട്ട് സിൽവർ കേസ് മേടിക്കാം. അപ്പം ഇതും പിന്നെ 5% ലാഭം കിട്ടിയാൽ മാത്രമേ ഇത് വിൽക്കുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. ഇത് എന്നാൽ ആദ്യത്തെ സാധനം വിൽക്കുന്നേ ഇല്ല. എവിടെ പോയത്? ഓക്കെ, ടാറ്റയുടെ സിൽവർ നിങ്ങൾ വിൽക്കുന്നേ ഇല്ല. അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഒരു ലാഭം നമ്മളെടുത്തു. രണ്ടാമത് സിൽവർ കേസ് വാങ്ങി, അത് വാങ്ങിയിട്ട് 5% ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ വിൽക്കുന്നു, അടുത്ത് വാങ്ങുന്നു. ഈ ഒരു സാധനം അപ്പോഴത്തേനും നല്ലൊരു പ്രോഫിറ്റ് വന്നിട്ടുണ്ടാകും കേട്ടോ. ഈ ഒരു സാധനം നല്ല 15-20 അങ്ങനെ അത് പ്രോഫിറ്റ് വന്നു. അതോടെ കിടന്നോട്ട്, നമ്മളെ എപ്പോഴേലും പെടുമ്പോൾ കൊടുക്കാനുള്ള ഒരു സംഭവമാണത്. ഇതൊരു സ്ട്രാറ്റജി. പിന്നെ അത് പോട്ടെ. ഇനിയിപ്പോൾ അടുത്തത് സിൽവർ ETF. ഇപ്പോൾ ഇത് വാങ്ങണമെങ്കിൽ ഈ സിൽവർ കേസ് വിറ്റിട്ട് മാത്രമേ നമ്മൾ ഇത് വാങ്ങുള്ളൂ. അതായത് ഇതിൽ 5% റിട്ടേൺ കിട്ടിയിട്ട് മാത്രമേ നമ്മളിത് വാങ്ങുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ഈ ആദ്യം വാങ്ങിയ സാധനം 10-20% പ്രോഫിറ്റിലായിരിക്കും. അപ്പം നമ്മൾ എവിടെയെങ്കിലും പെട്ടു എന്ന് വിചാരിച്ചു. അപ്പോൾ സിൽവർ IETFൽ നമ്മൾ പെട്ടു, സാധനം താഴേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ഉള്ളത് കൊണ്ട് ഇത് രണ്ടും കൂടെ വിറ്റിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് തലയൂരാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ പെടാൻ പോകുന്നത് ഒൺലി സിൽവർ IETFൽ മാത്രമായിരിക്കും. ബാക്കിയുള്ളതിലൊക്കെ നിങ്ങൾ ലാഭം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ സിൽവർ IETFൽ മാത്രം പെടാം. അത് വേണമെങ്കിൽ അവിടെ കിടന്നോട്ടേന്നേ, ഒരെണ്ണം ഉണ്ട്. പിന്നെ ഈ സിൽവർ, ഈ ടാറ്റയുടെ സിൽവറിൽ നിങ്ങൾ പെടിയല്ല. എന്നാന്ന് വെച്ചാൽ അത് അത്രയും പ്രോഫിറ്റിലായതുകൊണ്ട് കോസ്റ്റിനടുത്തേക്ക് എത്തുമ്പോൾ അത് വിറ്റ് ഒഴിവാക്കാം. അപ്പോൾ അത് നിങ്ങൾ പെടിയല്ല. അപ്പോൾ ആകെ ഇവിടെ പെടുന്നുള്ളൂ. അത് വേണമെങ്കിൽ ഇത് ഈ ഒരെണ്ണം ലോസി വിറ്റിട്ടാണെങ്കിലും ഒഴിവാക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പം മുകളിലേക്ക് കയറിപ്പോകുന്ന ഒരു സെക്യൂരിറ്റീസ് ചേസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഉള്ള പൈസ മൊത്തം ഒരുമിച്ച് കൊണ്ടുപോയിട്ട് അതിൻ്റെ കുപ്പത്ത് കൊണ്ടുപോയിട്ട് അത് താഴേക്ക് പോകുന്നത് നോക്കി നിന്നിട്ടല്ല ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏത് മേടിച്ചാലും നിങ്ങൾക്ക് വേണമെങ്കിൽ MTFൽ മേടിക്കാൻ പറ്റും. വൺസ് ഒരു MTF, അതായത് നിങ്ങളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്ന സാധനമാണ് MTFൽ മേടിക്കാവുള്ളൂ. അത് ലാഭത്തിൽ വിറ്റതിന് ശേഷം മാത്രമാണ് അടുത്ത MTF പരിഗണിക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് നോക്കണം. അപ്പോൾ ഇത് MTF ബൈയിൽ ക്ലിക്ക് ചെയ്തു. വൺ ടൈം SIP ഉണ്ട്. വൺ ടൈം ക്ലിക്ക് ചെയ്തു. ഇത് കണ്ടോ, ഇവിടെ നമുക്ക് MTF, ഇതിപ്പോൾ MTFലാണ് ഓൾറെഡി വന്ന് കിടക്കുന്നത്. 162 രൂപ വിലയുള്ള ഈ സാധനം MTFൽ വാങ്ങിക്കഴിഞ്ഞാൽ 45 രൂപ കൊടുത്താൽ മതി. കണ്ടോ, അതാണ് ഇതിൻ്റെ എത്ര കുറവ് പൈസ കൊടുത്താൽ മതി. MTFൽ വാങ്ങിയാൽ 15% ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ, ഇയർലി കൊടുക്കണേ. അപ്പോൾ അതിൽ കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ കണ്ടു ഒരു വർഷത്തെ റിട്ടേൺ 90% ആണ്. അപ്പോൾ അതിൽ കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, അങ്ങനെ വാങ്ങാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു സ്ട്രാറ്റജിയാണ് വിശദീകരിച്ചത്. അപ്പോൾ MTFൻ്റെ സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ എനിക്കിവിടെ 1262 ക്വാണ്ടിറ്റി മേടിക്കാൻ പറ്റുമെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞാനത് വൈകുന്നേരം മാർക്കറ്റിൻ്റെ ഇത് നോക്കിയിട്ട് ആണ് തീരുമാനിക്കുക എന്താ ചെയ്യേണ്ടതെന്ന്. അതവിടെ നിൽക്കട്ടെ. അപ്പം ഇപ്പോൾ ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ വേറെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി കൂടെ പറയാം. അപ്പോൾ ടാറ്റയുടെ സിൽവർ ETF നമ്മളൊരു 25,000 രൂപയ്ക്ക് വാങ്ങി. അത് 5% പ്രോഫിറ്റിലാകുമ്പോൾ സിൽവർ ബീസ് വാങ്ങി. ഈ ലെവലിൽ വാങ്ങണമെന്നൊന്നുമില്ല, ഞാനത് പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. INAV ഒക്കെ നോക്കിയിട്ട് വാങ്ങിയാൽ മതി കേട്ടോ. പിന്നെ സിൽവർ കേസ്, ഇത് ടാറ്റയുടേത് 5% പ്രോഫിറ്റിലെത്തിയപ്പോൾ സിൽവർ ബീസ് വാങ്ങി. അതും 5% പ്രോഫിറ്റിലെത്തുമ്പോൾ ടാറ്റ 10% എത്തും. അപ്പോൾ ഇതും 5% പ്രോഫിറ്റിലെത്തുമ്പോൾ സിൽവർ കേസ് വാങ്ങി. സിൽവർ കേസും 5% പ്രോഫിറ്റിലെത്തുമ്പോൾ സിൽവർ IETF വാങ്ങി. അപ്പോൾ നമ്മൾ ഇങ്ങനെ വാങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഒൺലി നമ്മൾ ആദ്യത്തെ വാങ്ങി പ്രോഫിറ്റിലെത്തുമ്പോഴാണ് രണ്ടാമത്തെ വാങ്ങുള്ളൂ. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ നമുക്കത് ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിരമിഡിങ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയുടെ ഒരു വകഭേദം എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്കത് ചേസ് ചെയ്ത് വാങ്ങാൻ പറ്റും. അപ്പോൾ അഥവാ നമ്മൾ പെട്ടു, ഇപ്പോൾ പ്രൈസ് താഴേക്ക് പോകാൻ തുടങ്ങി ഈ സംഭവങ്ങളെല്ലാം ലാഭത്തിലാണല്ലോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സാധനം വിറ്റിട്ട് നിങ്ങൾ ആ പറയുന്ന പ്രശ്നമുള്ളതിൽ നിന്ന് ഊരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സിൽവർ IETF വാങ്ങിയപ്പോൾ ഈ സിൽവർ കേസ് 5% പ്രോഫിറ്റ് ഉള്ളപ്പോഴാണ് സിൽവർ IETF വാങ്ങിയത്. അപ്പോൾ 5% താഴേക്ക് പോയെന്ന് വിചാരിച്ചു. സിൽവർ IETF നിങ്ങൾക്ക് വിൽക്കാം.
5% ലോസാണ്. എന്നാൽ സിൽവർ കേസ് അത് പ്രോഫിറ്റിലുള്ളപ്പോഴാണല്ലോ വിറ്റത്. അല്ല, പ്രോഫിറ്റിലുള്ളപ്പോഴാണല്ലോ നമ്മൾ ഇത് വാങ്ങിയത്. അപ്പോൾ ഇത് കോസ്റ്റിലായിരിക്കും. അപ്പോൾ സിൽവർ IETF വിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. സിൽവർ കേസ് കോസ്റ്റിലെത്തുമ്പോൾ വിൽക്കുക. സിൽവർ IETF അവിടെ കിടക്കട്ടെ, അത് പെട്ട് കിടക്കട്ടെ. ഓക്കെ, എല്ലാം പെട്ട് ചിലപ്പോൾ തിരിച്ചു കയറി പോവില്ലേ, അപ്പോൾ അത് പെട്ട് കിടക്കട്ടെ. പക്ഷേ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ലാഭമുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ പെട്ട് കിടന്നു. വീണ്ടും 5% താഴേക്ക് പോവുകയാണെങ്കിൽ സിൽവർ ബീസ് വിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ക്യാപിറ്റൽ നിങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് വിൽക്കുമ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കോസ്റ്റിലെത്തുമ്പോഴാണ് ഇതൊക്കെ വിൽക്കുന്നത്. വീണ്ടും താഴേക്ക് പോവുകയാണെങ്കിൽ ടാറ്റ സിൽവർ കോസ്റ്റിലെത്തുവാണെങ്കിൽ അത് വിൽക്കുന്നു. അപ്പം നിങ്ങൾ എവിടെയാണ് പെടുന്നത്? ഉള്ളി ഈ സിൽവർ IETF മാത്രമല്ല പെടുള്ളൂ, അതിൽ മാത്രമേ പെടുള്ളൂ. പക്ഷേ സൈമൾട്ടേനിയസ്ലി എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന HDFC സിൽവറോ ഇതൊക്കെ മേടിച്ചിട്ട് ഒരു 5% ലാഭത്തിൽ കൊടുക്കാവുന്നതാണ്. വിഷയമൊന്നുമില്ല, കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ എൻ്റെ പൈസ പെടിയല്ല, ഘട്ടം ഘട്ടമായിട്ട് മേടിച്ചാൽ. ഇവിടെ ഞാൻ 2 സ്ട്രാറ്റജി പറഞ്ഞു. പക്ഷേ ഈ പറയുന്ന ലോങ് ടൈമിലേക്ക് മേടിക്കാനായിട്ട് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ലോങ് ടൈം ETF നമ്മളിങ്ങനെ വിറ്റ് പോകും. പിന്നെ മൾട്ടിപ്പിൾ അക്കൗണ്ടുകൾ കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. ഒരു അക്കൗണ്ട് അല്ലാതെ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകളിൽ ഈ പറയുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. അപ്പോൾ മുകളിലേക്ക് പറന്നു പോകുന്നത് പേടിച്ചിട്ട് മേടിക്കാതിരിക്കണ്ട, മേടിച്ചോളൂ. കുറേ ലാഭമൊക്കെ നമുക്കതിൽ കിട്ടും. നമ്മൾ പെടുമ്പോൾ ഒരു പൈസ പെടും, അതിൽ നിന്ന് നമുക്ക് ഊരാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. ആ സമയത്ത് പെർഫോം ചെയ്യുന്ന വേറെ സാധനങ്ങളുണ്ട്. നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ഇവിടെ റിലീസായി വന്നല്ലോ, ഒരു ഇതല്ലേ ഉള്ളൂ. പിന്നെ പലപ്പോഴും ട്രേഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആ പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്നതാണ്. ഈ ഒരെണ്ണത്തിൽ പെട്ടത് ലോങ് ടൈമിലേക്കായിട്ട് ഹോൾഡ് ചെയ്താലും അത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത വർഷം കയറാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമുക്ക് അതിൽ നിന്ന് ഊരിപ്പോരാം. എന്നാൽ ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്ട്രാറ്റജി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് സ്ട്രാറ്റജിയാണ് ഇഷ്ടപ്പെട്ടതെന്നും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നും, വേറെ എന്തെങ്കിലും ഐഡിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യാം. അതേപോലെ ഈ പറയുന്ന അപ്സ്റ്റോക്സ്, ഏഞ്ചൽ വണ്ണ്, അസറ്റ് പ്ലസ് ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അക്കൗണ്ട് എടുത്ത് യൂസ് ചെയ്യുന്നവർ എന്നെ വാട്സപ്പിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പുകൾ കാര്യങ്ങൾ വേണമെങ്കിൽ, ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ എന്താണ്, വീഡിയോ കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ എന്നാന്ന് വെച്ചാൽ കുറച്ച് ലെങ്തി ആകും വീഡിയോ, കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരുപാട് ഐഡിയ കിട്ടിയില്ലേ. എന്തായാലും വീഡിയോ ഉപകാരപ്പെട്ടില്ല, കാരണം ഇങ്ങനത്തെ സെറ്റപ്പുകൾ, ഈ മോസ്റ്റ് ബോട്ട് SIP, പിന്നെ അങ്ങനെ കുറേ ഐഡിയാസ് കിട്ടിയിട്ടില്ലേ. അപ്പോൾ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പം നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു ഐഡിയ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളൂ. ഇത് ആണ് ലോകത്തിലെ ഏറ്റവും നല്ല ഐഡിയ എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. കടമെടുക്കാൻ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഇപ്പം നമുക്ക് ഒരു ചെറിയ ഇപ്പോൾ ഇൻട്രസ്റ്റ് നമുക്ക് 1000 രൂപ പേ ചെയ്യുന്നു, നമുക്ക് ഒരു 5000 രൂപ ലാഭം കിട്ടുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ വേണമെങ്കിൽ കടമെടുത്ത് ഉപയോഗിച്ചോളൂ. ഞാനത് വളരെ ലിമിറ്റഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്നതല്ല. കടം എടുക്കാതെ ഇപ്പോൾ അംബാനിക്കും അതുപോലെ അദാനിക്കും ഒക്കെ നല്ല കടമുണ്ടല്ലേ, അവർ കടമുണ്ട്, അവർ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലേ. അപ്പോൾ കടമെടുത്ത് അതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മാത്രം കടം എടുക്കുക, ഇല്ലേ ആ കടം അടച്ചു തീർക്കുക, അങ്ങനെ കേട്ടോ. അപ്പോൾ അതിനുള്ള എക്യുപ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മോസ്റ്റ് ബോട്ട് SIPസിലൊക്കെ നമുക്ക് ഐഡിയ കിട്ടും. എന്നിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ വേണമെങ്കിൽ കടമെടുത്ത് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. എല്ലാം നമ്മുടെ കൈപ്പിടിയിൽ നിന്നാൽ മതി. വമ്പൻ കമ്പനികൾ കടമെടുക്കുന്ന ആലോചിക്കുക, അതേപോലെ ആയിരിക്കണം നമ്മൾ കടമെടുക്കുന്നത്, അല്ലാതെ നമ്മൾ പെടാൻ വേണ്ടിയിട്ട് കടമെടുക്കരുത്. ഓക്കെ, MTFൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക, എന്തെങ്കിലും ഒരു കമൻറ്റും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കാണുന്നവർക്ക് കൂടി അത് വായിച്ച് നോക്കിയാൽ ഒരു ഐഡിയ കിട്ടും. നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അസറ്റ് പ്ലസ്സിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ തുടങ്ങിയേക്കുന്നത് അല്ലേ. അപ്പോൾ അസറ്റ് പ്ലസ്സിൽ നിന്ന് തുടങ്ങി നമ്മൾ ഇവിടെ സിൽവറിൽ നിന്ന് തുടങ്ങി നമുക്ക് അവിടെ തന്നെ തിരിച്ച് വന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.